ഷൂ ഇട്ട കാലിന് ചവിട്ടി പുറത്ത് കളഞ്ഞത്. ഷൂ ഇട്ട കാലിന് സത്യമായിട്ടും ചവിട്ടി? സത്യം. കുറച്ച് പതുക്കെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, അല്ലേ എല്ലാരും ചിന്തിക്കും ഞങ്ങൾ നേരത്തെ പറഞ്ഞു തന്നാണ്. ബൈബിൾ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്. അപ്പച്ചൻ ഈ ബൈബിളിലെ എല്ലാ ഇതിലും എത്ര അധ്യായങ്ങളുണ്ട് എന്ന് കൃത്യമായി പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഉള്ളതാണോ? മരിച്ച് എന്ന് പറഞ്ഞിട്ട് എടുത്തു കൊണ്ടുപോയി തൊടയിൽ കൂടെ എന്തോ വലിയുന്നത് പോലെ തോന്നി. അപ്പോൾ ഒരു ഭയങ്കര മൂർഖം പമ്പ് അടുത്ത തൊടയിൽ കൂടെ കയറി അടുത്ത തൊടയിൽ കൂടെ ഇറങ്ങി പോകുന്നു. അപ്പച്ചൻ വന്നു, ഈ പ്രായത്തിൽ വന്ന് ഇതുവരെ ആരും മത്സരിച്ചിട്ടില്ല. ആ സമയത്ത് എൻ്റെ വീട് ഞങ്ങൾ പുല്ലുവീടാണ്. പുല്ലുവീട് ചാണം മെഴുകിയ തറ, പച്ച ഇഷ്ടി കൊണ്ട് ചുമര് കെട്ടി. ഞങ്ങളുടെ വീട്ടിലൊരു മണ്ണെണ്ണകളൊക്കെ പോലും ഇല്ല. ഈ സാജമ്പാസ് അവിടെ താമസിക്കുമ്പോഴാണ്. ഒരു മണ്ണെണ്ണകളൊക്കെ ഇല്ല. ഞങ്ങൾ കൃഷിയുണ്ട്. കൃഷിക്ക് മരുന്നടിക്കാൻ കഴിക്കുന്ന അലുമിനിയത്തിന് തരുന്നുള്ള ഫെനോൾസിൻ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. അതിൻ്റെ കുപ്പിയുടെ മൂടി തുളച്ച് അതിനകത്ത് തിരിയിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചാണ് എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. വിളക്ക് വിശ്വമാനവികതയെ മനുഷ്യത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ സന്ദേശത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ അതുല്യ ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ബാംഗ്ലൂർ അവതരിപ്പിക്കുന്ന ബൈബിൾ ബ്രെയിൻസിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ബാംഗ്ലൂർ, ബൈബിൾ ബ്രെയിൻസ്, powered by Good News Live. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിനും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473372726 9400520909. Bethel Medical Mission Hospital and Educational Group Bangalore, Bible Brains, powered by Good News Live. കഴിഞ്ഞ ആഴ്ചയിലെ പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ശരിയുത്തരം യിപ്ത. ആദ്യം ഉത്തരം അയച്ചത് സാറാമ MS, ഡൽഹി. Bethel Medical Mission Hospital and Educational Group Bangalore, Bible Brains, powered by Good News Live. ബൈബിൾ ബ്രെയിൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ സ്പോൺസറെ കുറിച്ച് പലതവണ നമ്മൾ പറയാറുണ്ടെങ്കിലും ഇന്ന് വ്യത്യസ്തനായ ഒരു അതിഥിയാണ് നമ്മളോടൊപ്പം മത്സരത്തിനെത്തിയിരിക്കുന്നത്. സകലത്തിനും കാരണഭൂതൻ ഒരാളുണ്ടാകും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ നോക്കിയാൽ ഈ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൻ്റെ കാരണഭൂതൻ ബാംഗ്ലൂരിൽ ഈ കുടുംബം എത്തിയതിൻ്റെ ഒക്കെ കാരണം ഒരാളുണ്ടല്ലോ. അതിന് കാരണക്കാരനായ ഏകദേശം 8 പതിറ്റാണ്ടോളം ഈ ഭൂമിയിൽ ജീവിച്ച 79 വയസ്സുള്ള, എന്നാൽ ബൈബിളിൽ കൃത്യമായ ഗ്രാഹ്യമുള്ള ഒരാളെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൻ്റെ സ്ഥാപകൻ്റെ പിതാവാണ് ഇന്ന് നമ്മോടൊപ്പം മത്സരാർത്ഥിയായിട്ട് കടന്നു വന്നിട്ടുള്ളത്. നമുക്ക് പരിചയപ്പെടാം. ബൈബിൾ ബ്രെയിൻസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം.
കേൾക്കുന്നുണ്ടോ? സ്വന്തമായിട്ട് അപ്പച്ചനെ ഒന്ന് പരിചയപ്പെടുത്താവോ? പേര്, നാടൊക്കെ? എൻ്റെ നാട് കൊല്ലം ചാത്തന്നൂര്. ചാത്തന്നൂരാണ്. പേര്, പൂർണ്ണമായിട്ട് പേര്? പേര് എൻ്റെ പഴയ പേര് സുദേവൻ എന്നായിരുന്നു. സുദേവൻ എന്നായിരുന്നു പഴയ പേര്. സ്നാനപ്പെട്ട സമയത്ത് എൻ്റെ പേര് നിർബന്ധത്താൽ മാറ്റി ഡാനിയൽ എന്ന്. ഡാനിയൽ എന്നാണ് പേര് ഇപ്പൊ വിളിക്കുന്നത്. ദാനിയേലിന്റെ പേര് അങ്ങനെ ചരിത്രത്തിൽ മാറ്റപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ പേര് മാറ്റപ്പെട്ട ഒരാളാണ്. എന്നാണ് വിശ്വാസത്തിലേക്ക് വരുന്നത്? 1970 ജൂൺ 15 ഡേറ്റ് ഒക്കെ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. 1970 ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായി. ഇപ്പോൾ വിശ്വാസത്തിൽ വന്നതിന് ശേഷമാണോ ബാംഗ്ലൂരിലേക്ക് വന്നത്, അതോ അതിന് മുൻപാണോ? വിശ്വാസത്തിൽ വന്നതിന് ശേഷമാണ് ബാംഗ്ലൂരിലേക്ക് വന്നത്. അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയതാ. ചവിട്ടി എന്ന് പറഞ്ഞാൽ ഷൂ ഇട്ട കാലിന് ചവിട്ടി പുറത്ത് കളഞ്ഞതാ. ഷൂ ഇട്ട കാലിന് സത്യമായിട്ടും ചവിട്ടി? സത്യം. അപ്പൊ ഈ ചവിട്ടി പുറത്താക്കി എന്ന് പറഞ്ഞത് ആലങ്കാരികമായിട്ട് പറഞ്ഞതല്ല, അല്ല, ഒറിജിനലായിട്ട് ചവിട്ട് കിട്ടി, അങ്ങനെ പുറത്താക്കിയതാണ്. അങ്ങനെയാണോ ബാംഗ്ലൂർ എത്തിപ്പെട്ടത്? അങ്ങനെ ആദ്യം കണ്ണൂരിലുണ്ടായിരുന്നു. കണ്ണൂര് 2.5 വർഷം കണ്ണൂരിലുണ്ടായിരുന്നു. 73 ജനുവരി 5 ബാംഗ്ലൂർ വരുന്നത്. പിന്നീട് ഇത്രയും കാലം ബാംഗ്ലൂരാണ് ജീവിക്കുന്നത്, മുന്നോട്ട് വരുന്നതൊക്കെ. ബാംഗ്ലൂർ സത്യത്തിൽ ഒരു ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ സ്ഥലമായിരുന്നോ? തിരിഞ്ഞു നോക്കുമ്പോൾ ഈ യാക്കോബ് ഓടിപ്പോയ വഴിക്ക് ബേഥേലിൽ ചെന്ന് ഒരു കല്ല് തലയണയായി എടുത്തു വെച്ച് അവിടെ ദൈവത്തെ ആരാധിച്ചുന്നുണ്ട്. പിന്നെ ആ ബേഥേലാണ് യാക്കോബിന്റെ ചരിത്രത്തിൽ ഒരുപാട് മാറ്റം കൊണ്ടുവന്നു. കല്ല് വെച്ചത് ബേഥേലിലല്ല, ലൂസിലാ കല്ല് വെച്ചത്. ലൂസ് എന്ന സ്ഥലത്താ കല്ല്. ലൂസ് എന്ന സ്ഥലത്ത്, അത് പിന്നീട് ബേഥേൽ എന്ന് വിളിക്കപ്പെട്ടു. അപ്പൊ കൃത്യമായിട്ട് ഒരു കാര്യം പോലും തെറ്റാതെ ബൈബിൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ചോദ്യത്തിന് അല്പം കൂടെ കട്ടിയും കൂട്ടും. കട്ടി കൂട്ടിയ മധുരം കൂട്ടും. മധുരം കൂട്ടും. ബദേലല്ല ലൂസാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. കൃത്യമായിട്ട് അത് തിരുത്തിയത് കൊണ്ട് അപ്പൊ വളരെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കണം എന്നല്ലേ അതിന്റെ അർത്ഥം? അങ്ങനല്ല, എനിക്ക് ഓർമ്മശക്തി കുറവുണ്ട്. എന്നാൽ ലൂസ് ഓർത്തിരുന്നുണ്ട്. ബൈബിളിലെ കാര്യങ്ങൾ മിക്കവാറും ഓർമ്മയുണ്ട് ബൈബിളിലെ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് പോകാം. ഇനി അപ്പച്ചൻ്റെ ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിനിടയിൽ നമുക്ക് ചോദിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. മത്സരത്തിലേക്ക് പോകാം. നമ്മുടെ മത്സരം കാണുന്നുള്ളത് കൊണ്ട് ഞാനൊന്ന് പരിചയപ്പെടുത്താം. 12 ചോദ്യങ്ങൾ നമുക്കുണ്ട്. സ്ക്രീനിൽ ശ്രദ്ധിക്കാം. 12 ചോദ്യങ്ങൾ നമുക്കുണ്ട്. 4 ചോദ്യങ്ങൾ അവസാനിക്കുമ്പോൾ ഒരു സമ്മാനത്തുകയുണ്ട്. 8 ചോദ്യങ്ങൾ അവസാനിക്കുമ്പോൾ ഒരു സമ്മാനത്തുകയുണ്ട്. 12ാമത്തെ ചോദ്യത്തിലെത്തിയാലും ബമ്പർ ചോദ്യം, അതിന്റെ ഉത്തരം നൽകിയാലും സമ്മാനമുണ്ട്. അപ്പൊ നമുക്ക് മത്സരത്തിലോട്ട് പോകാം. ആദ്യത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം: മരണസമയത്ത് മകന് പേരിട്ടത് ഇവരിൽ ആരാണ്? സ്ക്രീനിൽ ശ്രദ്ധിക്കാം. ഓപ്ഷൻ എ സാറ, ഓപ്ഷൻ ബി റിബേക്ക, ഓപ്ഷൻ സി റാഹേൽ, ഓപ്ഷൻ ഡി ലേയ. മരണസമയത്ത് മകന് പേരിട്ടത് ഇവരിൽ ആരാണ്? മരണസമയത്ത് പേരിട്ടത് പഴയ നിയമത്തിൽ. ഈ കൂട്ടത്തിൽ അത് ആരാണ്? ബെനോനി എന്നൊരു പേരാണ് ഇട്ടത്. ഒന്നുകൂടെ ശ്രദ്ധിച്ചു, ആരാണ് ആ പേര് വിളിച്ചത്? റാഹേൽ. ഓപ്ഷൻ സി റാഹേൽ. ഉറപ്പിക്കാം. ഓപ്ഷൻ സി റാഹേൽ എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. എഫ്രാത്തിന് പോകുന്ന വഴിയരികെ വെച്ച് അവൾ ആ മകനെ പ്രസവിച്ച് അവന് ബെനോനി വ്യസനപുത്രൻ എന്നാണ് പേരിട്ടത്. അവിടെയാണ് ആ പിതാവ് പേര് മാറ്റുന്നത്. പക്ഷെ ആ എഫ്രാത്തിന് ഒരുപാട് ചരിത്രമുണ്ട്. അതേ എഫ്രാത്തിൽ തന്നെയാണ് ബെത്ലഹേം എഫ്രാത്ത് എന്നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതെങ്കിലും തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. ആ എഫ്രാത്തിൽ വെച്ചാണ് ശൗലിനെ രാജാവായി തിരഞ്ഞെടുക്കുക. റാഹേൽ അവിടെ മരിച്ചത് കൊണ്ട് ഒരുപാട് പ്രത്യേകതകൾ എഫ്രാത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നോക്കാം, റാഹേൽ തന്നെയാണോ പേരിട്ടത്? ഓപ്ഷൻ സി റാഹേൽ എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരം ശരിയാണ്. ആ പച്ച കത്തിയിട്ടുണ്ട് അപ്പച്ചന്. ഉത്തരം ശരിയാണ്. അപ്പം ഉത്തരം ഇനി ശരിയാണെങ്കിൽ ഇങ്ങനെ പച്ച അടിച്ചുകൊണ്ടേയിരിക്കും.
ചുവപ്പ് അടിച്ചാൽ നമ്മൾ പുറത്തു പോകും. ഉത്തരം തെറ്റിയാൽ മത്സരത്തിൽ നിന്ന് പുറത്തു പോകും. അപ്പൊ തെറ്റാതിരിക്കാൻ സൂക്ഷിക്കണം. ഓക്കെ. ഈ ബാംഗ്ലൂരിൽ വന്നിട്ട് എന്താണ് ഇപ്പൊ ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ചപ്പോ തോന്നുന്ന ഒരു അനുഭവം എന്താണ് തിരിഞ്ഞു നോക്കുമ്പോ? ആദ്യമായിട്ട് എനിക്ക് എൻ്റെ ദൈവത്തിന് മലാഖി പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്. നിങ്ങളുടെ ദശാംശം മുഴുവൻ ആലയത്തിൽ ആഹാരമുണ്ടാകണം. ആലയത്തിൽ നിങ്ങൾ ദശാംശം മുഴുവനും ആലയത്തിൽ കൊണ്ടുവരിക. ഞാൻ കൊടുത്തു എന്ന് പരീക്ഷിച്ച് നോക്കുക. ഞാൻ ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കില്ലയോ എന്നുള്ള വാക്യം വായിച്ചതിന് ശേഷം ആദ്യം എനിക്ക് എന്ത് കിട്ടിയാലും എൻ്റെ ദശാംശം ഞാൻ മാറ്റിവെക്കും. ആദ്യമായിട്ട് മാറ്റിവെക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ മോൻ പഠിച്ച് ഒരു ഹോസ്പിറ്റലിൽ പ്രാക്ടീസിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ആദ്യം ബസ് ചാർജിനെന്ന് പറഞ്ഞാൽ അവർ 600 രൂപ കൊടുക്കും ഒരു മാസം. ആ പൈസ മേടിച്ചുകൊണ്ട് വന്നിട്ട് എന്നോട് ചോദിച്ച് ഇതിൻ്റെ ദശാംശം ആർക്കാ പച്ച കൊടുക്കേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു അന്ന് അവിടെ പഠിക്കുന്ന 7 ആൺപിള്ളേരുള്ള ഒരു വീടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണവും പഠിച്ചില്ല. 7ാമത്തെ ചെറുക്കം മാത്രം സ്കൂളിൽ പഠിച്ചു. അവർ പറയവർഗത്തിൽപ്പെട്ടവരായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ആ പയ്യന് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ദശാംശം അതിൻ്റെ 60 രൂപ അവർക്ക് കൊടുത്തു. അത് അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. അവന് പിന്നെ ലോൺ കിട്ടിയ സമയത്ത് അവനത് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് മുതലേ അവനും ദശാംശം പൂർണ്ണമായിട്ട് വേർതിരിക്കും. അത് മുഖാന്തരം ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവരാജ്യത്തിനകത്ത് വലിയൊരു സപ്പോർട്ട് ഇത് നിമിത്തമുണ്ട്. ഇപ്പോൾ ഈ പ്രോഗ്രാം നടക്കുമ്പോഴും അതേ ദൈവരാജ്യത്തിനകത്ത് വിതയ്ക്കുന്ന ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, ആദ്യത്തെ റൗണ്ടിൽ രണ്ടാമത്തെ ചോദ്യം. നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചത് ആരോട്? ഓപ്ഷൻ എ പത്രോസ്, ഓപ്ഷൻ ബി യോഹന്നാൻ, ഓപ്ഷൻ സി യാക്കോബ്, ഓപ്ഷൻ ഡി തോമസ്. ആരോടാണ് യേശു ചോദിച്ചത്? പത്രോസ്. ഉറപ്പിക്കുകയാണ്? ഓപ്ഷൻ എ പത്രോസ്. ഉത്തരം ഉറപ്പിക്കുകയാണ്. പത്രോസിനോട് തന്നെയാ, സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. തിബരിയാസിൽ വെച്ച് യേശു ചോദിച്ച ചോദ്യമാണ്. പത്രോസ് ആണോ? 153 മീനേക്കാളും അധികമായിട്ട് 153 മീൻ കിട്ടിയപ്പോ നീ ഇവയേക്കാൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചതാണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ പത്രോസ് എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് നമ്മൾ പോവുക. ആദ്യത്തെ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം. തോലുകൊണ്ട് ദൈവത്തെ പരീക്ഷിച്ചത് ആരാണ്? തോലുകൊണ്ട്. ഓപ്ഷൻ എ മോശ, ഓപ്ഷൻ ബി അബ്രഹാം, ഓപ്ഷൻ സി ദാവീദ്, ഓപ്ഷൻ ഡി ഗിദയോൻ. പെട്ടെന്ന് ഉത്തരം പറയും. ഓപ്ഷൻ ഡി ഗിദയോൻ. കുറച്ച് പതുക്കെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, അല്ലേ എല്ലാരും ചിന്തിക്കും ഞങ്ങൾ നേരത്തെ പറഞ്ഞു തന്നാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ഗിദയോൻ എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. എങ്ങനെയാണ് ഇങ്ങനെ കൃത്യമായിട്ട് ഇത് കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുന്നത്? ബൈബിൾ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്. അപ്പച്ചൻ ഈ ബൈബിളിലെ എല്ലാ ഇതിലും എത്ര അധ്യായങ്ങളുണ്ട് എന്ന് കൃത്യമായി പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഉള്ളതാണോ? അതെ. എല്ലാം ഇപ്പൊ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാ പുസ്തകങ്ങളും ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും തിരിച്ച് വെളിപ്പാട് മുതൽ ഉൽപ്പത്തി വരെയും പുസ്തകക്രമം അധ്യായവും പറയും. പരിശ്രമിക്കും. ഇപ്പൊ ഒന്ന് പറയാൻ പറ്റുമോ? പറ്റും. ഏത് രാത്രി വിളിച്ചു ചോദിച്ചാലും ഉറക്കത്തിൽ നിന്ന് വിളിച്ചു ചോദിച്ചാലും പറയും. എന്നാ അതൊന്ന് ഞങ്ങൾക്കൊന്ന് കേൾക്കണം. അത് എല്ലാരും കേൾക്കട്ടെ. ഇത്രയും 80 വയസ്സോളം എത്തി നിൽക്കുന്ന ഒരാൾ ഇത് ഓർത്ത് പറയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഉൽപ്പത്തി 50, പുറപ്പാട് 40, ലേവ്യ 27, സംഖ്യ 36, ആവർത്തനം 34, യോശുവ 24, ന്യായാധിപന്മാർ 21, രൂത്ത് 4, 1 ശമൂവേൽ 31, 2 ശമൂവേൽ 24, 1 രാജ 22, 2 രാജ 25, 1 ദിനവൃത്താന്തം 29, 2 ദിനവൃത്താന്തം 36, എസ്രാ 10, നെഹമ്യാവ് 13, എസ്തേർ 10, ഇയ്യോബ് 42, സങ്കീർത്തനം 150, സദൃശവാക്യം 31, സഭാപ്രസംഗി 12, ഉത്തമഗീത 8, യെശയ്യാവ് 66, ഇരമ്യാവ് 52, വിലാപങ്ങൾ 5, യെഹെസ്കേൽ 48, ദാനിയേൽ 12, ഹോശേയ 14, യോബേൽ 3, ആമോസ് 9, ഓബദ്യാവ് 1, യോന 4, മീഖ 7, നഹൂം 3, ഹബക്കൂക്ക് 3, സെഫന്യാവ് 3, ഹഗ്ഗായി 2, സെഖര്യാവ് 14, മലാഖി 4, 39 പുസ്തകം പഴയ നിയമം. മത്തായി 28, മർക്കോസ് 16, ലൂക്കോസ് 24, യോഹന്നാൻ 21,
അപ്പസ്തല പ്രവൃത്തി 28, റോമർ 16, 1 കൊരിന്ത്യർ 16, 2 കൊരിന്ത്യർ 11, ഗലാത്യർ 6, എഫെസ്യർ 6, ഫിലിപ്പിയർ 4, കൊലോസ്യർ 1 തെസ്സലോനിക്കർ 5, 2 തെസ്സലോനിക്കർ 3, 1 തീമോത്തി 6, 2 തീമോത്തി 4, തീത്തോസ് 3, ഫിലോമോൻ 1, എബ്രായർ 13, യാക്കോബ് 1 പത്രോസ് 5, 2 പത്രോസ് 3, 1 യോഹന്നാൻ 5, 2 യോഹന്നാൻ 3 യോഹന്നാൻ 1, വെളിപ്പാട് യൂദ 1, വെളിപ്പാട് 22. ഓ, അത് 66 പുസ്തകങ്ങൾ. അത് വളരെ മനോഹരമായിരിക്കുന്നു. അല്ല, ഞങ്ങൾക്ക് സത്യം പറഞ്ഞ പുസ്തകക്രമം പോലും കാണാതെ തിരിച്ചു പറയാം, വെളിപ്പാട് മുതൽ ഉൽപ്പത്തി വരെ തിരിച്ചു അല്ല. ഇപ്പൊ ഇത് ഉറപ്പിച്ചു, അപ്പച്ചന് ഇത് അറിയാന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലായി. കാരണം ഇത് ഈ പ്രായത്തിൽ ഇത്ര ബുദ്ധിയോടുകൂടെ ഈ കാര്യം ഓർത്തിരിക്കുന്ന ഒരു ദൈവകൃപയാണ്. സത്യമായിട്ടും അതൊരു ദൈവാനുഗ്രഹമാണ്. അപ്പം ഒരു കാര്യം ഞങ്ങൾ ഏതായാലും ഉറപ്പിക്കുന്നു, ഇനിയിപ്പോ ചോദ്യം അത്ര നിസ്സാരമായിട്ട് ചോദിക്കുന്നില്ല, അല്പം കൂടെ കട്ടുകൂട്ടേ ചോദിക്കത്തുള്ളൂ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചതുകൊണ്ട് അല്ലെ? അങ്ങനെ ചോദിച്ചു പോരെ. ഇനി മുന്നോട്ട് പോകാം നമുക്ക്. ആദ്യത്തെ റൗണ്ടിലെ 4ാമത്തെ ചോദ്യം. യേശുവിന്റെ കാലത്തെ ദേവാലയം എത്ര നാൾ കൊണ്ടാണ് പണിതത്? ഓപ്ഷൻ എ 20 വർഷം കൊണ്ട്, ഓപ്ഷൻ ബി 25 വർഷം കൊണ്ട്, ഓപ്ഷൻ സി 45 വർഷം കൊണ്ട്, ഓപ്ഷൻ ഡി 46 വർഷം കൊണ്ട്. 46 വർഷം. 46. ഓപ്ഷൻ ഡി 46 വർഷം എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. 46 വർഷം ഉറപ്പാണ്. ഹെരോദാവ് ദേവാലയം പണി കഴിപ്പിച്ചത്. ഓപ്ഷൻ ഡി 46 എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരം ശരിയാണ്. അപ്പൊ ആദ്യത്തെ റൗണ്ട് പൂർത്തീകരിച്ചിരിക്കുന്നു. സമ്മാനത്തുക സേഫ് ആയിട്ടുണ്ട്, ലഭിച്ച സമ്മാനത്തുക. അപ്പൊ നമുക്കിനി 2ാമത്തെ റൗണ്ടിലേക്ക് പോകാം. 2ാമത്തെ റൗണ്ടിലേക്ക് പോകുമ്പോൾ 2 ഓപ്ഷൻ അപ്പച്ചന്റെ മുമ്പിൽ വെക്കുകയാണ്. ഒന്നെങ്കിൽ പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? ഏതായാലും എന്നാലും ഏതെങ്കിലും ഒരെണ്ണം. പുതിയ നിയമത്തിൽ ചോദിക്കട്ടെ. ഓക്കെ, പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് 2ാമത്തെ റൗണ്ടിൽ ചോദിക്കുന്നത്. പുതിയ നിയമത്തിൽ നിന്നുള്ള ആദ്യത്തെ ചോദ്യം. വിശ്വാസത്തിന് ഒരു നിർവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്, വിശ്വാസം എന്താണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് പുസ്തകത്തിലാണ്? ഓപ്ഷൻ എ 1 കൊരിന്ത്യർ, ഓപ്ഷൻ ബി എബ്രായർ, ഓപ്ഷൻ സി റോമർ, ഓപ്ഷൻ ഡി ഗലാത്യർ. എബ്രായർ. ഓപ്ഷൻ ബി എബ്രായർ എന്ന ഉത്തരവ് ഉറപ്പിക്കുകയാണ്. വിശ്വാസത്തിന്റെ നിർവചനം ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു. എബ്രായർ 11:1. വളരെ കൃത്യമായിട്ടാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. ആ ഉത്തരം ശരിയാണ്. ഓപ്ഷൻ ബി, ആ ഉത്തരവും ശരിയാണ്. ഈ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇത്രയും കാലങ്ങൾ കടന്നു, 8 പതിറ്റാണ്ടുകൾ കർത്താവ് ഇത്രത്തോളം മുൻപിലേക്ക് കൊണ്ടുവരുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, മരണകരമായതും അല്ലാത്തതും ഒക്കെ. അങ്ങനെ ദൈവം വിടുവിച്ച സാഹചര്യങ്ങളുണ്ടോ ഈ ബാംഗ്ലൂരിൽ വന്നിട്ട്? ഒരുപാടുണ്ട്. മരിച്ച് എന്ന് പറഞ്ഞിട്ട് എടുത്തു കൊണ്ടുപോയിട്ട് തിരിച്ച് മൂക്ക് പിടിച്ചു നോക്കി ശ്വാസം പോയെന്ന് പറഞ്ഞു. ഒരു സ്റ്റാഫ് നേഴ്സാണ്. അവർ നോക്കി നാടി പിടിച്ചു നോക്കി, നാടിമിടിപ്പും പോയി. നാടിമിടിപ്പില്ല, മൂക്കിൽ ശ്വാസവുമില്ല. പിന്നെ പുറത്തേക്ക് എടുത്തുകൊണ്ട് പോയതാ. ഒരു ലൂസ് മോഷനായിട്ട് ട്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്ലൂക്കോസ് കയറ്റിക്കുന്നത് എടുത്ത് പുറത്ത് അപ്പോൾ ലൂസ് മോഷനായി. അപ്പോൾ പുറത്തോട്ട് കൊണ്ടുവന്ന സമയത്ത് കഴുത്ത് പുറകോട്ട് തൂങ്ങി, കൈയും കാലും എല്ലാം മുട്ടുമിട്ട് ഇവിടെ വെച്ച് ഇങ്ങനെ തൂങ്ങി. അങ്ങനെ പോയി ദൈവം പോയി. നമുക്ക് പുറത്ത് കുളിപ്പിക്കാൻ കൊണ്ടുപോകണ്ട, ബോഡി കുളിപ്പിക്കാന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോയി കിടത്തിയതാണ്. വിടുവിച്ചു. അതൊരു അത്ഭുതമാണ്. പിന്നെ ഇവിടെ ബാംഗ്ലൂരല്ല, അത് കർണാടകയിൽ വന്നപ്പോഴാണ് ഒരനുഭവം ഉണ്ട്. ഞാൻ അന്ന് ഞങ്ങൾക്ക് കുറച്ച് എരുമയും പശുക്കളൊക്കെ ഉണ്ട്. അതിനെ മേയ്ക്കാനായിട്ട് പാടത്ത് കൊണ്ട് അടിച്ചു വിട്ടേച്ച് മേളിൽ അടയ്ക്കാത്തോട്ടമുണ്ട്. ഇന്ന് ഇവിടെ ആദ്യം ക്വസ്റ്റ്യൻ എടുത്ത് അവര് ആ PP ജോസഫിന്റെ പപ്പയുടെ പാടം വന്നത്. അപ്പൊ ഒരു അടയ്ക്കാമരത്തിന് ചോട്ടിടുന്നുണ്ട്. എവിടെ പോയാലും എപ്പോഴും പാട്ട് പാടിക്കൊണ്ടിരിക്കും. അങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പം ഒരു സ്ത്രീയുടെ നിലവിളി കേൾക്കുന്നു. അങ്ങനെ ഇതങ്ങ് ഉറങ്ങിപ്പോയി. മരത്തിന് ചോട്ടിൽ നിന്ന് ഉറങ്ങിയപ്പോ ഒരു നിലവിളി കേട്ടു. ഉറക്കം നിലവിളിക്കുന്നു. നിലവിളിക്കാൻ പറയാം. ഒരു നിലവിളി പിള്ളേരുടെ ഓർമ്മ വന്നപ്പം തൊടയിൽ കൂടെ എന്തോ വലിയുന്നത് പോലെ തോന്നി. അപ്പോൾ ഒരു ഭയങ്കര മൂർക്കം പമ്പ് ഇടത്തെ തൊടയിൽ കൂടെ കയറി ഇടത്തെ തൊടയിൽ കൂടെ ഇറങ്ങിപ്പോകുന്നു. അത് കണ്ടേച്ചാ ആ സ്ത്രീ വിളിക്കുന്നത്,
പാമ്പ് ദേഹത്തൂടെ ശരീരത്തൂടെ കയറി ഇറങ്ങി. ഇറങ്ങിയപ്പോ അതാണ് ആ സ്ത്രീ കണ്ടേച്ച് വിളിച്ചത്. പക്ഷെ പാമ്പ് ഉപദ്രവിച്ചില്ല, ഇല്ല, ഞാൻ ശരീരത്തൂടെ കയറി ഇറങ്ങിപ്പോയി. കണ്ണടച്ചങ്ങിരുന്നു, നോക്കി കണ്ണടച്ചിരുന്നു. അപ്പൊ ആ സ്ത്രീ ഓടി വന്നേച്ച് പറഞ്ഞു, പാമ്പ് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോ ആ സ്ത്രീ വന്നേച്ച് പറഞ്ഞു, ഇത് എന്ത് ജന്മം, ഇങ്ങനൊരു ജന്മമുണ്ടോ മനുഷ്യൻ, പാമ്പ് വഴി കൂടെ കയറി പോകുന്ന കണ്ടേച്ച് കണ്ണടച്ചങ്ങിരുന്നല്ലോ. അപ്പൊ അത് എന്റെ ദൈവത്തിന്റെ കൃപയാ, എന്റെ കഴിവൊന്നുമല്ല എന്ന് പറഞ്ഞു. അസാധ്യം. ദൈവം അസാധാരണമായിട്ട് വിടുവിക്കുകയും നിലനിർത്തുകയും ഇന്നും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയും കരുണയും. കന്നഡക്കാരി സ്ത്രീയായിരുന്നു. അതിനോട് മുഖേന സുവിശേഷം പറയാനിടയായി. സ്തോത്രം. അവരോട് സുവിശേഷം പറയാൻ അതൊരു മുഖാന്തരമായി. ദൈവം സഹായിക്കട്ടെ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ രണ്ടാമത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം. കുഞ്ഞാട് മുദ്ര പൊട്ടിച്ചപ്പോൾ യോഹന്നാൻ കണ്ടത് ഇവയിലേത് മൃഗത്തെയാണ്? കുഞ്ഞാട് മുദ്ര പൊട്ടിച്ചപ്പോൾ ഓപ്ഷൻ എ കുതിര, ഓപ്ഷൻ ബി സിംഹം, ഓപ്ഷൻ സി കാള, ഓപ്ഷൻ ഡി സർപ്പം. കുഞ്ഞാട് മുദ്ര പൊട്ടിച്ചപ്പോൾ യോഹന്നാൻ ഏത് മൃഗത്തെയാണ് കണ്ടത്? പല നിറത്തിലുള്ള മൃഗത്തെ കണ്ടു. കുതിര ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ എ കുതിര എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. നമുക്ക് പരിശോധിക്കാം. ആറാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ കുതിര എന്ന ഉത്തരം. കുതിര ശരിയാണ്. 6 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. നമുക്ക് മുഴുവൻ 12 ചോദ്യങ്ങളുണ്ട്. അപ്പൊ പകുതി കടന്നു, ഈ അടുത്ത പകുതിയും കൂടെ ഉള്ളൂ. പ്രേക്ഷകരെ, നിങ്ങളോട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇനി നൽകുന്നത്. സൂചന ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഉത്തരം അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൂചന ഇതാണ്. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ഒന്നാം സൂചന. നിരീക്ഷണ പാടവമുള്ള ഒരു പക്ഷിയെ നമുക്ക് കാണാൻ കഴിയുന്ന തിരുവചനത്തിലെ ഒരു അധ്യായമാണ് ഇന്നത്തെ സൂചനകളിലൂടെ ലഭിക്കുന്നത്. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ചോദ്യത്തിനെല്ലാം നിസ്സാരമായിട്ട് ഉത്തരം പറയുന്നുണ്ട്. വളരെ കൃത്യമായിട്ടത് ബൈബിൾ അറിയാവുന്നത് കൊണ്ടാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. രണ്ടാമത്തെ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം. സുവിശേഷങ്ങളിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന പേരുകൾ ആരുടെയൊക്കെ? സുവിശേഷങ്ങളിൽ മാത്രം. ഓപ്ഷൻ എ അനന്യാസ് പത്രോസ്, ഓപ്ഷൻ ബി യായിറോസ് ബറവാസ്, ഓപ്ഷൻ സി ഫിലിപ്പോസ് ബർന്നവാസ്, ഓപ്ഷൻ ഡി പത്രോസ് യാക്കോബ്. ഇതിൽ സുവിശേഷങ്ങളിൽ മാത്രമേ ഈ പേര് പറഞ്ഞിട്ടുള്ളൂ, മറ്റ് ലേഖനങ്ങളിലില്ല, അപ്പോസ്തല പ്രവൃത്തിയിലില്ല. ഇതിൽ 2 പേരുകൾ സുവിശേഷത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അനന്യാസ് പത്രോസ്, യായിറോസ് ബറബാസ്, ഫിലിപ്പോസ് ബർന്നവാസ്, പത്രോസ് യാക്കോബ്. ഇതിൽ സുവിശേഷത്തിൽ മാത്രം പറഞ്ഞിട്ടുള്ള ആ പേര്. അല്ലല്ല, സുവിശേഷത്തിൽ മാത്രം. സുവിശേഷത്തിൽ പേരൊക്കെ ശ്രദ്ധിച്ചു നോക്കിയേ. അവരെ മറ്റ് പുസ്തകങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ല. ഒന്നുകൂടെ ഞാൻ വായിക്കും. ഓപ്ഷൻ എ അനന്യാസ് പത്രോസ്, ഓപ്ഷൻ ബി യായിറോസ് ബറബാസ്, ഓപ്ഷൻ സി ഫിലിപ്പോസ് ബർന്നബാസ്, ഓപ്ഷൻ ഡി പത്രോസ് യാക്കോബ്. യായിറോസ് ബറബാസ്. യായിറോസ് ബറബാസ് ഉറപ്പാ? സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ എങ്ങും ഇല്ല. ഓക്കെ, ഓപ്ഷൻ ബി യായിറോസ് ബറബാസ് എന്ന ഉത്തരം ഉറപ്പിക്കുക. അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ഒരു ഉത്തരം പറയാതെ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ഉത്തരത്തിലേക്ക് പോവുക. ഓക്കെ, ഓപ്ഷൻ ബി യായിറോസ് ബറബാസ് എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. 7 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. ഈ റൗണ്ടിലെ അവസാന ചോദ്യത്തിലേക്ക് പോകും. അപ്പൊ ഈ റൗണ്ട് അവസാനിക്കും. റൗണ്ടിലെ അവസാന ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അവസാന ചോദ്യത്തിലേക്ക് പോകുമ്പോൾ പ്രേക്ഷകർക്കുള്ള രണ്ടാമത്തെ സൂചന കൂടെ ആ ചോദ്യത്തിന് മുമ്പ് ഞാൻ നൽകിയാണ്. ഇതാണ് നിങ്ങൾക്കുള്ള രണ്ടാമത്തെ സൂചന. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ രണ്ടാം സൂചന. പ്രസ്തുത അധ്യായത്തിലെ ഒരു വേദഭാഗം എബ്രായ ലേഖനകർത്താവ് തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. ഓക്കെ, അവസാനത്തെ ചോദ്യം. താഴെ പറയുന്ന വാക്യങ്ങളിൽ പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്. അതേതാണ്? ഓപ്ഷൻ എ
ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഓപ്ഷൻ ബി, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഓപ്ഷൻ സി, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. ഓപ്ഷൻ ഡി, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഇതിൽ പത്രോസിന്റെ ലേഖനത്തിൽ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന വാക്യം ഏതാണ്? വായിച്ചാലോചിച്ചാൽ മതി. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അപ്പച്ചൻ ഇനി ഉത്തരം പറയാൻ ഒരു ആശങ്കയുണ്ട്. മത്സരം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മത്സരം അവസാനിപ്പിച്ചാൽ ഇപ്പൊ ഏത് സമ്മാനത്തുക നിൽക്കുന്നു ആ സമ്മാനത്തുക കിട്ടും. അല്ല, പത്രോസ് പറഞ്ഞിരിക്കുന്ന വാക്യാണ് ചോദിച്ചത്, പറയാത്തതല്ല. പറഞ്ഞിരിക്കുന്ന വാക്യം പത്രോസ് പറഞ്ഞ വാക്യാണ്, പറയാത്തതല്ല. ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കാം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അടുത്തത്, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ഓപ്ഷൻ സി, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. ഓപ്ഷൻ ഡി, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഇതിൽ പത്രോസ് പറഞ്ഞ വാക്യം ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കി. പത്രോസ് പറഞ്ഞ വാക്യം, പറഞ്ഞതെന്ന് വെച്ചാൽ പത്രോസ് ലേഖനത്തിലുള്ള വാക്യം, പത്രോസിന്റെ ലേഖനത്തിൽ. ഓപ്ഷൻ ഡി, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഓപ്ഷൻ ഡി ആണോ? അതുമായിട്ട് മുന്നോട്ട് പോവുക. തെറ്റിപ്പോകുന്ന സംശയം ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കാം. അവസാനിപ്പിക്കുന്നു? ഇല്ല, ഓപ്ഷൻ ഡി ആയിട്ട് മുന്നോട്ട് പോവുക. ഉറപ്പിക്കുവാണ്? ഓക്കെ, ഓപ്ഷൻ ഡി ഉറപ്പിക്കാം. ഓക്കെ, ഓപ്ഷൻ ഡി, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഉത്തരം ഉറപ്പിക്കുകയാണ്. അതിനകത്ത് എനിക്കൊരു സംശയമുണ്ട്, പറഞ്ഞത് ശരിയാണോ എന്ന്. ഏതായാലും 8 ചോദ്യങ്ങൾ വരെ എത്തി. അടുത്ത റൗണ്ട് നോക്കാം, ഈ ഉത്തരം ശരിയാണെന്ന് നോക്കാം. ഇതിനകത്ത് ഒരു വാക്യം പത്രോസ് പറഞ്ഞെന്നുള്ളതാണ് എന്റെ ധാരണ. ഒരെണ്ണം പത്രോസിന്റെ ലേഖനത്തിലാണ്. പക്ഷെ പെട്ടെന്ന് ഓർമ്മയുടെ പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കും. നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ഉത്തരം ശരിയാണോ? ആ ഉത്തരം മാത്രം മാറിപ്പോയി. സ്നാനത്തെക്കുറിച്ച് പത്രോസാണ് പറഞ്ഞത്. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. ഏതായാലും അപ്പച്ചൻ വന്നു. ഈ പ്രായത്തിൽ വന്ന് ഇതുവരെ ആരും മത്സരിച്ചിട്ടില്ല. ഇത്രയും പ്രായമുള്ള ഒരാളും വന്ന് മത്സരിച്ചില്ല. കാരണം ഈ പ്രായത്തിൽ മത്സരിക്കാനുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ഓർമ്മക്കുറവിന്റെ പ്രശ്നങ്ങളൊക്കെ കാരണം ആരും തന്നെ ഈ പ്രായത്തിൽ വന്ന് മത്സരിച്ചിട്ടില്ല. അപ്പച്ചനാണ് ആദ്യമായിട്ട് 79 വയസ്സുള്ള ഒരു മത്സരാർത്ഥി ആദ്യമായിട്ടാണ് നമ്മുടെ ഫ്ലോറിൽ വരുന്നത്. അത് വന്നെന്ന് മാത്രമല്ല, കൃത്യമായ 8 ചോദ്യങ്ങൾ വരെ ഞങ്ങളെ വരെ തിരുത്തി വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാ ചോദ്യവും ജീവിതത്തിലെ കർത്താവ് നടത്തിയ വഴികളെ ഒക്കെ കൃത്യമായി അപ്പച്ചൻ ഓർത്തിരിക്കുന്നുണ്ട്. അതൊരു ദൈവകൃപയാണ്. അസാധാരണമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി അത്ഭുതകരമായി ദൈവം ഇതുവരെ കൊണ്ടെത്തിച്ച ഒരു മനുഷ്യന്റെ സാക്ഷ്യം കൂടെയാണ് അപ്പച്ചന്റെ സാക്ഷ്യം. ഏതായാലും 7 ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകി. എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുക. ഇനി എന്താണ് അപ്പച്ചന്റെ ജീവിതത്തിൽ മുന്നോട്ട് അടുത്ത തലമുറയോട് പറയാനുള്ളൊരു വാക്ക് അല്ലെങ്കിൽ ഒരു അനുഭവം എന്താണ്? ദൈവത്തിന് വേണ്ടി കൊടുത്താൽ ആരും അത് നഷ്ടമല്ല. അതിന്റെ ഒരു സാക്ഷിയാണ് ഞാൻ. ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നു ഒന്നും നഷ്ടമല്ല. അല്ല, ഞങ്ങള് ഷിമോഗയിൽ താമസിക്കുന്ന സമയത്ത് ഇവിടെ അല്ലായിരുന്നു. ഇല്ല, നേരത്തെ ഷിമോഗയിലായിരുന്നു. ആ സമയത്ത് എൻ്റെ വീട് ഞങ്ങൾ പുല്ലുവീടാണ്. പുല്ലുവീട് ചാണം മെഴുകിയ തറ, പച്ച ഇഷ്ടി കൊണ്ട് ചുമര് കെട്ടി ആ വീട്ടിൽ താമസിക്കുമ്പോൾ എൻ്റെ പെങ്ങളെ മോൻ വന്നിട്ട് എനിക്കൊരു വീട് മേടിച്ചു തന്നു ചർച്ചിനടുത്ത്. അപ്പോൾ എനിക്ക് താമസിക്കാൻ വേണ്ടി മേടിച്ചു തന്നതാണ്. അപ്പോൾ അന്ന് അവിടെ പാഴ്സനേജ് ഇല്ല, ചർച്ചയേ ഉള്ളൂ. അപ്പം അവിടെ പല വീടുകളിലുള്ള ആൾക്കാരുണ്ട്. ഞങ്ങൾ ആ പുല്ല് വീട്ടിൽ കിടക്കുന്ന സമയത്താണ് ഈ മേടിച്ചു വരുന്നത്. അപ്പം ഞാൻ കമ്മിറ്റിക്കാരോട് പറഞ്ഞു, ഇവിടെ ഒരു പാസ് താമസിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവിടുത്തെ വേല വളരും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പാസനേജ് ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ഒരു പാസ് വന്ന് താമസിച്ച് പ്രവർത്തിക്കാത്തത്. ഞാൻ പറഞ്ഞു, ഈ വീട് പാസൊക്കെ താമസിക്കാൻ കൊടുക്കാം, ഒരു പാസ് ഇവിടെ വരുത്തി പ്രവർത്തനം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പാസ് ഇന്നിവിടെ ബാംഗ്ലൂരിലുണ്ട്. ആ പാസ് KK സാജൻ IPCയിലെ പാസ്സാണ്. KK സാജൻ. അപ്പോൾ അങ്ങനെ ആ വീട്ടിൽ പാസ് അവിടെ താമസിച്ചുകൊണ്ടാണ് പിന്നെ
പാഴ്സനേജ് പണിതിട്ട് അന്ന് അപ്പോൾ എന്നോട് അപ്പോൾ ഇതിന് പോയിട്ട് താമസിക്കുന്നതിന് വാടകയൊന്നും തരണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അന്നത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചർച്ച കമ്മിറ്റിക്കാരെ സമ്മതിച്ചില്ല. അങ്ങനെ ഫ്രീ ആയിട്ട് വേണ്ട, മാസത്തിലൊരു ചെറിയ വാടക വെച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ കൊടുത്താണ് ഇത്രയും വിവരിച്ച. അതുപോലെ തന്നെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ ദശാംശം ആലയത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ദശാംശം ആലയത്തിൽ കൊടുക്കും. പിന്നെ ആ ദശാംശം കൊടുത്തു എടുത്തുകൊണ്ടിരുന്ന് പിന്നീട് ഓഹരിയായിട്ട് മാറി. ദശാംശം മാറ്റി ഓഹരി കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പെങ്ങളെ മേടിച്ചെന്ന വീട്ടിൽ അതിനകത്ത് 4 തെങ്ങുണ്ടെന്ന് വീട്ടിന് മുറ്റത്ത്. ആ തെങ്ങിൽ ആദ്യം തേങ്ങ പറിച്ച് 20 തേങ്ങ ഉണ്ടായിരുന്നു. അതിൽ 10 തേങ്ങ പാസ്സൊക്കെ കൊടുത്തു. പിന്നെ അവസാനം വന്നപ്പം സീസണായി വന്നപ്പം 180 തേങ്ങ വരെ കിട്ടി. 180 തേങ്ങ കിട്ടിയപ്പോൾ കുറച്ച് കിട്ടുമ്പോൾ 20 കിട്ടിയപ്പം 10 കൊടുക്കാൻ മനസ്സ് വരും. 180 കിട്ടുമ്പോൾ 90 എന്ന് പറയുന്നത് കുത്തുന്നതാ. പക്ഷെ ഒരു കുത്തും കൂടാതെ 90 തേങ്ങ പാസ് 90 കൊടുത്തു. ആദ്യം 20 തേങ്ങ ഉണ്ടായിരുന്നത് 10 പാസ് കൊടുത്തു. 180 കിട്ടിയപ്പോഴും ആലയത്തിൽ കൊടുത്തു. പിന്നെ ആലയത്തിൽ ആഹാരം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ നെല്ല് ഞങ്ങൾക്ക് കൃഷി ഉണ്ടായിരുന്നു. അവിടെ കൃഷി നെല്ല് കൊയ്ത് നെല്ല് പുഴുങ്ങി കുത്തി മില്ലിൽ കൊണ്ട് അരി കൊണ്ടുവരുമ്പം പേറ്റുമില്ലിൽ കൊണ്ടുവന്ന് അരിച്ചാക്കറൊക്കെ വെച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് അരി കൊണ്ടുപോകും. എന്നിട്ട് പിന്നീടും പേറ്റുമില്ലിൽ പോകും. ദിവസം 2 പ്രാവശ്യം പാസ് താമസിക്കുന്നത് 4 കിലോമീറ്റർ ദൂരെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. പാസൊക്കെ പാല് രാവിലെ വൈകുന്നേരം പാസൊക്കെ പാല് 4 കിലോമീറ്റർ നടന്ന് പാസൊക്കെ പേറ്റുമില്ലിൽ പാല് കൊണ്ട് കൊടുക്കും. പിന്നെ ആലയത്തിൽ ചെല്ലുമ്പം അരി തീർന്നെന്ന് നോക്കും. അരി തീർന്നെങ്കിൽ അവിടെ പാസ് അവിടെ ഉണ്ടെങ്കിൽ പാസ് വിളിച്ചുകൊണ്ട് പോകും. വീട്ടിൽ പോയിട്ട് അരി കൊടുത്തു വിടും. അല്ലെങ്കിൽ ഞാൻ ആ 4 കിലോമീറ്റർ നടന്നു പോയി അരി എടുത്തുകൊണ്ട് അന്ന് ഞാൻ കണ്ടം കൃഷി ചെയ്യുന്നതാണ്. എനിക്ക് കണ്ടം കിളയ്ക്കാൻ പോകണം എനിക്ക്. എന്നാലും ഞാൻ അത് മാറ്റി വെച്ച് പേറ്റുമില്ലിൽ അരി കൊണ്ട് കൊടുക്കും. അപ്പോൾ ഈ ചർച്ചിൻ്റെ തൊട്ട് മുമ്പിലാണ് ചർച്ചിൻ്റെ സെക്രട്ടറി താമസിക്കുന്നത്. അവർക്ക് 18 ഏക്കർ നിലമുണ്ട്. അതിൽ 2 ഏക്കർ നില ഞാൻ പാട്ടത്തിന് പണിയുന്നു. സ്തോത്രം. അതൊരു സത്യമാണ്. അപ്പച്ചന്റെ ജീവിതത്തിന്റെ ഒരു സത്യമാണ്. വചനം പറയുന്ന പോലെ ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും, ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. കർത്താവ് എന്നെ പരീക്ഷിച്ചു നോക്കാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ദശാംശം കൊണ്ടുപോവാ എന്നുള്ള കാര്യമാണ്. എന്നെ പരീക്ഷിച്ചു നോക്കാൻ എന്ന് കർത്താവ് പറഞ്ഞ കാര്യം. ആ കാര്യത്തിൽ കർത്താവ് അനുഗ്രഹിച്ചിട്ടുള്ള ദൈവത്തിന്റെ നന്മകൾ പ്രാപിച്ചിട്ടുള്ള അപ്പച്ചന്റെ അനുഭവം, അപ്പച്ചൻ മരണകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഒന്നുമില്ലാതെ ഷിമോഗയിൽ വന്ന് ദൈവത്രത്തോളം കൊണ്ടുവന്നത് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ടാണ്. വീണ്ടും നിശ്ചയമായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഒരു കാര്യം പ്രേക്ഷകർക്കുള്ള അവസാനത്തെ സൂചന കൂടെ ഞങ്ങൾ നൽകുകയാണ്. ഇതാണ് നിങ്ങൾക്കുള്ള അവസാനത്തെ സൂചന. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 3-ാം സൂചന. 2 പക്ഷികളുടെ പേർ ഒരേ വാക്യത്തിൽ പറയപ്പെടുന്ന ഏറ്റവും അധികം അധ്യായങ്ങളുള്ള പുസ്തകത്തിൽ ഉൾപ്പെട്ട ഈ അധ്യായം ഏതാണ്? ഞങ്ങൾ ഇവിടെ ബദലിൽ വന്നിട്ട് ബദൽ ചർച്ച് ഞങ്ങൾ 32 വർഷം IPCയിലുണ്ടായിരുന്നു. 32 വർഷം IPCയിലുണ്ടായിരുന്നു. കഴിഞ്ഞ് ബാംഗ്ലൂർ 2003 3 സെപ്റ്റംബറിലാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ വരുന്നത്. ബാംഗ്ലൂർ വന്നിട്ട് ഞങ്ങൾ വീട് വാടകയ്ക്ക് എടുത്ത് ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പം പിന്നെ കോളേജ് മേടിച്ചിങ്ങനൊക്കെ ഓരോ ദിവസം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ട് വരുമ്പം പലരും ചർച്ചിലെ പാസ്റ്റോടെ വിളിച്ച് ചോദിക്കും. നിങ്ങൾ അമേരിക്ക വിദേശങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് വിളിച്ച് ചോദിക്കും, നിങ്ങൾ കോളേജിൻ്റെ ചർച്ചിൻ്റെ ബേസിൽ കോളേജ് നടത്തുകയല്ലേ എന്ന്. എന്നിട്ട് അമേരിക്കത്തെ പാസ്റ്റർ മൂത്ത മകൻ എന്നോട് പറഞ്ഞ് സാക്ഷി പറയണമെന്ന് പറഞ്ഞു. അപ്പം അത് നിങ്ങൾ പലയിടത്തും ഇങ്ങനെ ചോദിക്കുന്നുണ്ടെന്ന്. അപ്പം അവനോട് സാക്ഷി പറയണമെന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞപ്പം ദൈവം നടത്തിയ വഴികൾ, ഞങ്ങളുടെ വീട്ടിലൊരു മണ്ണെണ്ണകളൊക്കെ പോലും ഇല്ല. ഈ സാജമ്പാസ് അവിടെ താമസിക്കുമ്പോഴാണ്. ഒരു മണ്ണെണ്ണകളൊക്കെ ഇല്ല. ഞങ്ങൾ കൃഷിയുണ്ട്. കൃഷിക്ക് മരുന്നടിക്കാൻ കഴിക്കുന്ന അലുമിനിയത്തിന് തരുന്നുള്ള ഫെനോൾസിൻ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. അതിൻ്റെ കുപ്പിയുടെ മൂടി തുളച്ച് അതിനകത്ത് തിരിയിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചാണ് എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. വിളക്ക് അപ്പച്ചൻ്റെ ഈ അനുഭവങ്ങളെല്ലാം ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ബൈബിളിൽ നിന്ന് ആ കാര്യങ്ങൾ, അധ്യായങ്ങൾ കൃത്യമായി പറഞ്ഞത്, ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞത്, ദൈവത്തിനെ കൊണ്ടുവന്ന അനുഭവങ്ങൾ പറഞ്ഞതെല്ലാം
നമ്മുടെ പ്രേക്ഷകർക്ക് അനുഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും ഇതുപോലെ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാനും ദൈവരാജ്യത്തിന് വേണ്ടി യാതൊരു മടിയും കൂടാതെ നിങ്ങൾ വിതയ്ക്കുക. നിശ്ചയമായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നമ്മുടെ പ്രിയ ദാനിയേൽ അപ്പച്ചന് വീണ്ടും ആയുസ്സും ആരോഗ്യവും കൊടുത്ത് ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയിൽ ഈ പ്രിയപ്പെട്ടവരെ ഓർക്കാം. എല്ലാ അഭിനന്ദനങ്ങളും പ്രിയ അപ്പച്ചനും പ്രിയ പ്രസ്ഥാനത്തിനും നേർന്നുകൊണ്ട് നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും മറ്റൊരു മത്സരാർത്ഥിയുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഗുഡ് ബൈ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്തിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിനും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്തിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം, അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live.